ഏറ്റെടുക്കാൻ? തന്നോട് ഏറ്റെടുക്കാൻ പറഞ്ഞോ? എടോ, എനിക്ക് ഞാൻ തന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞു തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ താൻ എന്തിനെങ്കിലും കിടന്ന് പഠിക്കുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞല്ലോ. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. അങ്ങനെ പറ്റത്തില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എന്തായാലും പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം ആരുടേതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനോടകം ഒരുപക്ഷെ ലക്ഷക്കണക്കിന് മലയാളികൾ ഈ വൈറൽ ഫോൺ സംഭാഷണം കേട്ട് കാണും. രാഹുൽ മാങ്കൂട്ടം എന്ന മുൻ MLA-യും അയാൾ ഗർഭിണിയാക്കി പിന്നീട് ഗർഭഛിദ്രം നടത്തി ഏറെ ശാരീരികമായും അതിലേറെ മാനസികമായും പീഡിപ്പിക്കപ്പെട്ട അയാളുടെ ഒരു ഇരയും തമ്മിൽ നടക്കുന്ന ഫോൺ സംഭാഷണം ഇരയുടെ ഫോണിൽ നിന്നായിരിക്കണം പുറത്ത് പോയിരിക്കുന്നത്. അത് വൈറലായി ഈ നാട്ടിലെ ഒത്തിരി ചാനലുകളിൽ കൂടെ വന്നൊരു സംഭാഷണമാണ്. ഈ സംഭാഷണം ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ ഇവനെ സംബന്ധിച്ച ചില കേസുകളിലെ ചില കാര്യങ്ങൾ തെളിയിക്കാനാണ് എൻ്റെ ഉദ്യമം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മുൻ കോൺഗ്രസ് MLA സ്ത്രീകളെ ശാരീരികമായും അതിലേറെ മാനസികമായും പലവിധത്തിൽ പീഡിപ്പിച്ചു എന്ന പ്രധാന പരാതികളുടെ അടിസ്ഥാനത്തിൽ 3 ക്രിമിനൽ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് ജാമ്യത്തിലിറങ്ങി നടക്കുന്ന കാര്യം ഇപ്പോൾ ഇന്ത്യ മുഴുവൻ എല്ലാവർക്കും അറിയാവുന്ന സംഗതി തന്നെയാണ്. 3 കേസുകളിൽ കുറ്റം ചാർത്തപ്പെട്ടിരിക്കുന്ന അവൻ നിരപരാധിയോ അതോ അപരാധിയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇനി ഇന്ത്യയിലെ വിവിധ കോടതികളാണെന്ന് നിങ്ങൾ സമ്മതിക്കുമല്ലോ. പക്ഷേ ഇപ്പോൾ അവൻ തന്നെ സ്വയം ജഡ്ജിയാണ് അങ്ങ് മാറിയിരിക്കുക. താൻ നിരപരാധിയല്ലെന്നും സ്വയമേവ അങ്ങ് വന്ന് പറയുന്നു. പിന്നെ അവൻ്റെ PR ടീമിനെ കൊണ്ട് തത്ത ഉരുവിടും പോലെ പൊതുവേദികളിൽ പറഞ്ഞുറപ്പിക്കാൻ ശ്രമിക്കുകയും കൂടെയാണ്. എതിർക്കുന്നവരെല്ലാം PR ടീമിനെ ഉപയോഗിച്ച് ചീത്ത വിളിപ്പിക്കുക, പേടിപ്പിക്കുക, അങ്ങനെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവരുടെ ഈ പ്രവൃത്തി സത്യവും ധർമ്മവും അഭിമാനവും ആദർശവും ഒക്കെയുള്ള ഇന്നാട്ടിലെ കുറേ ജനങ്ങളുടെയും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെയും അതിലുപരി ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ നേർക്കുള്ള കാർക്കുച്ചു തുപ്പലും കൊഞ്ഞനം കുത്തലുമായിട്ട് മാത്രമേ എനിക്കൊക്കെ കാണാൻ കഴിയുന്നുള്ളൂ. പ്രത്യേകിച്ച് അവൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന നിരവധി ചാറ്റുകളും ഫോൺ സംഭാഷണങ്ങളും അടക്കമുള്ള പ്രൈമറി എവിഡൻസ് എന്ന് ഓർക്കണം, അഥവാ പ്രാഥമിക തെളിവുകൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിൽ സുലഭമായി വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവനെ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ ശരിയാവില്ല. അങ്ങനെ ഒരു ശക്തമായ തോന്നൽ എനിക്കുള്ളത് കൊണ്ടാണ് ഫോൺ സംഭാഷണത്തെ മാത്രം ഈ ഫോൺ ഒരേ ചാറ്റുകളൊക്കെ വേറെ രണ്ടാമതല്ല, തൽക്കാലം ഞാൻ ഈ ഫോൺ സംഭാഷണം മാത്രമേ വിഷയമായിട്ട് ഇവിടെ എടുക്കുന്നുള്ളൂ. അപ്പം ഇതിനെ മാത്രം അടിസ്ഥാനമാക്കി രാഹുൽ മാങ്കൂട്ടം ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളിലെ നിരവധി വകുപ്പുകൾ ലംഘിച്ചിട്ടുണ്ടെന്ന് കാര്യകാരണ സഹിതം തെളിയിക്കാനുള്ള ഒരു ശ്രമമാണ് എൻ്റെ ഈ വീഡിയോ. ഇതല്ല, ഒരു 2 അല്ല 3 വീഡിയോകളൂടെ കാണും ഈ ഒരു ഉദ്യമം പൂർത്തീകരിക്കാനായിട്ട്. വിശദമായ ചാറ്റ് ഞാൻ മിക്കവാറും അടുത്തതിൽ ഞാൻ കേൾപ്പിക്കുകയുള്ളൂ. നിങ്ങളെല്ലാവരും കേട്ട് കാണും, എങ്കിലും ഞാനീ പറയുമ്പോൾ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും അത് കേൾപ്പിക്കാം അടുത്ത ദിവസങ്ങളിൽ. അപ്പോഴേ ഈ ചാറ്റിൽ ഈ ഫോൺ സംഭാഷണത്തിലുള്ള പ്രധാന സംഗതി നിങ്ങൾക്കറിയാമല്ലോ. അവൻ ഗർഭിണിയാക്കിയ വിവാഹിത എന്നാണ് പറയപ്പെടുന്നത് ഒരു യുവതിയും തമ്മിലുള്ള 15 മിനിറ്റിലേറെ വരുന്ന പബ്ലിക് ഡൊമൈനിൽ വന്ന് വൈറലായ ഫോൺ സംഭാഷണത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചത്. അത് ഫോൺ സംഭാഷണം നമുക്ക് കിട്ടിയിരിക്കുന്നതിൻ്റെ ആദ്യ ഭാഗം. അപ്പം അതിൻ്റെ പ്രസക്തമായ ചില ക്ലിപ്സ് ഞാൻ ഇനിയും ഒരിക്കൽ കൂടി നിങ്ങളെ കേൾപ്പിക്കാം. മൊത്തമായിട്ട് തന്നെ കേൾപ്പിക്കാം. 15-16 മിനിറ്റ് വരുന്നുണ്ട്. ഒറ്റ വീഡിയോയിൽ അത് മാത്രമേ ഒരു റീലിൽ അത് മാത്രമേ ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഗർഭിണിയാക്കിയ യുവതിയുടെ ഗർഭം അലസിപ്പിക്കാനായിട്ട് അവൾക്ക് അത് ഇഷ്ടമല്ല. അവൾക്ക് ആ കുഞ്ഞിനെ വളർത്തണം, കുഞ്ഞിനെ വലിയ സ്നേഹമാണ് അവളുടെ ഗർഭസ്ഥ ശിശുവിനെ. അപ്പം അവളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പല വിധത്തിലുള്ള അടവുകൾ എടുത്തുകൊണ്ട് അവൻ അതിശക്തമായി നിർബന്ധിക്കുന്ന ഒരു ഓഡിയോയാണ് ഈ ഫോൺ സംഭാഷണം. ഇത് BNS അഥവാ ഭാരതീയ ന്യായ സംഹിത 89-ാം വകുപ്പിൻ്റെ ഗുരുതരമായ ലംഘനമാണ്. BNS 89 അനുസരിച്ച് അതായത് 10 വർഷം വരെയോ ജീവപര്യന്തം പോലും കിട്ടാവുന്ന കുറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ വധഭീഷണി, ആത്മഹത്യാ ഭീഷണിയും ഇതിനകത്തുണ്ട്. അത് വരുമ്പോൾ ഇത് ജീവപര്യന്തം വരെ കിട്ടാവുന്ന ഒരു കുറ്റമായിട്ട് മാറി. ഇവന് ജാമ്യം പോലും കിട്ടാൻ പാടില്ലായിരുന്നു. ഓൾറെഡി ഈ സംഭാഷണം ഇവൻ്റെ കേസുകളുടെ ഭാഗമായി മാറിയിരുന്നേനെ. അതിൻ്റെ വാസ്തവമായ സ്ഥിതി അതാണ്. അപ്പോൾ പിന്നെ
അത് പക്ഷേ ഓൾറെഡി ഫയൽഡായി കാണുകയില്ല. അപ്പം ഇനി ഈ സംഭാഷണം എങ്ങനെയാണ് ഈ കേസിൽ നിർണായകമാകുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. 2023 ഭാരതീയ സാക്ഷ്യ അധിനിയമം, അതായത് പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമുള്ള പുതിയ നിയമസംഹിതയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ സെക്ഷൻ 57 എക്സ്പ്ലനേഷൻ 5 57-ാം വകുപ്പിൻ്റെ 5-ാം നമ്പർ വിശദീകരണം ഇങ്ങനെയാണ്: ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം പ്രോപ്പർ കസ്റ്റഡി ആർ കൺസിഡേർഡ് പ്രൈമറി എവിഡൻസ് അൺലെസ് ഡിസ്പ്യൂട്ടഡ്. തുടർന്ന് വരുന്നു, വെൻ ആൻ ഇലക്ട്രോണിക് റെക്കോർഡ് ഈസ് സ്റ്റോർഡ് ഓർ ജനറേറ്റഡ് ആൻഡ് കോപ്പീസ് ആർ ക്രിയേറ്റഡ്, ഈച്ച് ഫയൽ ഓർ ഡ്യൂപ്ലിക്കേറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പ്രൈമറി എവിഡൻസ്, ഈച്ച് ഫയൽ ഓർ ഈവൻ ഡ്യൂപ്ലിക്കേറ്റ് ഇഫ് ഇറ്റ് കംസ് ഫ്രം പ്രോപ്പർ കസ്റ്റഡി. ഇപ്പോൾ ഈ ഫോൺ സംഭാഷണം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ കസ്റ്റഡി ഏതാ? ഇവൻ്റെ ഫോണും അവരുടെ ഫോണും ഇല്ലേ? അതാണല്ലോ ഇതിൻ്റെ സോഴ്സും ഇതും. അത് പ്രോപ്പർ കസ്റ്റഡി, അത് മീൻസ്. അപ്പോൾ ഇനി ഇതിൻ്റെ അഡ്മിസിബിലിറ്റി ആൻഡ് സർട്ടിഫിക്കേഷൻ എങ്ങനെ വരുന്നതാണ്? ആസ് പെർ അണ്ടർ സെക്ഷൻ 63 ഓഫ് ഇതാണ് ഇതിൻ്റെ. ഇഫ് ദ ഡിജിറ്റൽ എവിഡൻസ് ഈസ് ഡിസ്പ്യൂട്ടഡ് ബൈ ദ ഒപ്പോസിംഗ് പാർട്ടി ഓർ ഇഫ് യു നീഡ് ടു റിലൈ ഓൺ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് കോപ്പീസ്, it must be accompanied by an official certificate. This certificate must verify that the digital device was operating correctly and the data was produced in the regular course of business. ഇത് 63 എന്ന് പറയുന്ന സെക്ഷൻ BSA ആയിരിക്കാം, മേ ബി, അതോ BNSS ആണ്. എന്തായാലും അത് ഞാൻ വിശദമായി നോക്കിയിട്ട് പിന്നെ ഞാൻ പറയാം. 63 ആസ് പെർ അണ്ടർ സെക്ഷൻ 63 എന്നാണ് പറയുന്നത്. അത് അടുത്ത വീഡിയോയിൽ ഞാനത് വിശദമായിട്ട് അത് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിസിബിലിറ്റി വരുന്നത്. അതായത് ഡിജിറ്റൽ എവിഡൻസ് ഈസ് പ്രൈമറി എവിഡൻസ്. നേരത്തെയുള്ള പഴയ എവിഡൻസ് ആക്ട് പ്രകാരം ഡിജിറ്റൽ എവിഡൻസ് സെക്കൻഡറി എവിഡൻസ് മാത്രമായിരുന്നു. അതിപ്പോൾ പ്രൈമറി എവിഡൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഡിജിറ്റൽ എവിഡൻസ് ആണെന്ന് നിങ്ങൾ സമ്മതിക്കുമല്ലോ. അപ്പം അവിടെയാണ് ഈ ഫോൺ സംഭാഷണത്തിൻ്റെ വളരെ സുപ്രധാനമായ പ്രസക്തി വരുന്നത്. ഇനി ഇതുവരെ ഈ ഫോൺ സംഭാഷണം അവനെതിരെയുള്ള കേസുകളിലോ അത് മറ്റ് കേസുകളിൽ ഞാൻ പറയാൻ കാര്യം ഇവൻ്റെ ക്രൈംസ് ഒരു പാറ്റേൺ ഓഫ് ക്രൈമാണ്. ഇവൻ്റെ ക്രൈംസിന് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ തെളിയിക്കാനായി എൻ്റെ മറ്റ് കേസുകളിലും ഇത് എവിഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇവൻ്റെ ജനറൽ ക്രിമിനൽ നേച്ചർ പ്രൂവ് ചെയ്യാനും ഇത് മറ്റ് കേസുകളിലും ശരിക്കും പറഞ്ഞാൽ റെലവൻ്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇത് ക്രിമിനൽ കേസാണ്, മറ്റ് കേസുകളിലും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇരകൾ പറയുന്ന പ്രകാരം ഇവൻ്റെ ക്രൈമിനൊരു പാറ്റേൺ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഞാൻ വിശദമായിട്ട് പറയാം. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണല്ലോ. ഭ്രൂണ വളർത്താൻ അനുവദിക്കുക, 3 മാസം പ്ലേറ്റ് ടോൺ മാറ്റുക, എന്നിട്ട് അതിനെ അബോർട്ട് ചെയ്യുക, ആഭിചാരികം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ ഇതുവരെ ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 CRPCക്ക് പകരമുള്ളതാണ്. 239 239 ഓഫ് BNSS 193 സബ്സെക്ഷൻ 9 193 ഉപവകുപ്പ് 9 അല്ലെങ്കിൽ 348 അല്ലെങ്കിൽ 94 ഈ വകുപ്പുകൾ പ്രകാരം അവസാന വിചാരണ പൂർത്തിയാകും മുമ്പ് ഏത് അവസരത്തിലും ഫയൽ ചെയ്യാവുന്നതേ ഉള്ളൂ. BNS 239 പറയുന്നത് ഇങ്ങനെയാണ്: കോർട്ട്സ് ഡിസ്ക്രിഷൻ, വിവേചനാധികാരം ഉപയോഗിച്ച് കോടതിയുടെ ദ ട്രയൽ കോർട്ട് ഈസ് വെസ്റ്റഡ് വിത്ത് ദി പവർ അണ്ടർ സെക്ഷൻ 239 ടു ഓൾട്ടർ ഓർ ആഡ് ടു ചാർജസ് ഈവൻ സോ മോട്ടു ഓർ അപ്പോൺ ദ റിക്വസ്റ്റ് ഫ്രം ദി പ്രോസിക്യൂഷൻ. അങ്ങനെ പോലും ഇവൻ ചാർജസ് പോലും ഓൾട്ടർ ചെയ്യാം, ആഡ് ചെയ്യുകയും ചെയ്യാം. ഇനി BNS 348 പറയുന്നത് ശ്രദ്ധിക്കൂ: പവർ ടു സമൺ ഓർ റീകോൾ എനി പേഴ്സൺ ആസ് എ വിറ്റ്നസ് ഓർ ഓർഡർ ദ പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് അറ്റ് എനി സ്റ്റേജ് ഓഫ് ദി ട്രയൽ. ദ ജഡ്ജ് ഈസ് legally bound to do this if the evidence is essential to a just decision. അവിടെയുണ്ട് ഇത് വിക്ടിം, നമ്മുടെ പെൺകുട്ടി ഇതിനകത്ത് വളരെ കമ്പൽ ചെയ്യുകയാണ്, സ്ട്രെസ് ചെയ്യുകയാണെങ്കിൽ കോടതിക്ക് അവൾ പറയും ഇത് തെളിയിക്കാൻ എൻ്റെ ഇതിലൂടെ വേണം എന്ന് പറഞ്ഞാൽ പ്രൈമറി എവിഡൻസ് ആണെന്ന് ഓർക്കണം. കോടതിയിൽ ഇത് വീണ്ടും അവസാന വിചാരണ തീരുന്നതിന് തൊട്ട് മുമ്പാണെങ്കിലും കൊണ്ടുവന്ന് നോക്കുകയുള്ളൂ. അതോർത്ത് ചെയ്യാൻ. പിന്നെ BNS 94 എനി പാർട്ടി ടു ദ ട്രയൽ, അതായത് ഇവനും വേണം പറയാൻ, പുതിയ എവിഡൻസ് കൊണ്ടുവരാനായിട്ട് അവൾക്കും പറയാം. അവൾ പറയുമല്ലോ, ടു ദ ട്രയൽ ക്യാൻ റിക്വസ്റ്റ് ദ കോർട്ട് ടു ഓർഡർ ദ പ്രൊഡക്ഷൻ ഓഫ് എ ഡോക്യുമെൻറ്റ്, ഇലക്ട്രോണിക് ഡിവൈസ് ഓർ അതർ തിങ്സ് നെസസറി ഫോർ ദി ട്രയൽ. ഏത് സ്റ്റേജിലും ഇനിയും കൊണ്ടുവരണം. അതിനും കേസ് തെളിയിക്കാൻ അത് വേണം. അപ്പോൾ കോടതിക്ക് ബോധ്യമായി അന്നേരം കൊണ്ടുവരാൻ പറയും, ഏത് അവസാന സ്റ്റേജിലാണ് പോലും. ഇനി BNS 193 സെക്ഷൻ 9 സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റിനുള്ള പ്രൊവിഷനാണത്. empowers police to conduct further investigation even after a charge sheet has been filed, provided they
ഒബ്റ്റെയിൻ പ്രയർ പെർമിഷൻ ഫ്രം ദി ട്രയൽ കോർട്ട്. ട്രയൽ നടക്കുന്ന സമയത്ത് പോലും പുതിയ സപ്ലിമെൻ്ററി എവിഡൻസ് ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നാണ് പറയുന്നത്. ദിസ് പ്രോസസ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 90 days വിത്ത് എനി ഫർദർ എക്സ്റ്റൻഷൻസ് റിക്വയറിംഗ് കോർട്ട് അപ്രൂവൽ. അതായത് ട്രയൽ നടക്കുന്നതിനിടയ്ക്ക് കോടതി ഇത് അപേക്ഷ കൊടുത്താൽ അതിനിടയ്ക്ക് പോലും 90 days ഇവർക്ക് കിട്ടും. പോലീസിന് കിട്ടും സപ്ലിമെൻ്ററി ഇത് കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് ഏത് സമയത്തും ഈ കേസിൻ്റെ ഭാഗമായിട്ട് മാറുന്നതേ ഉള്ളൂ. ഇനി സപ്ലിമെൻ്ററി റിപ്പോർട്ട്സ്, ഇഫ് ന്യൂ ഓറൽ ഓർ സപ്ലിമെൻ്ററി എവിഡൻസ് ഈസ് അൺകവേർഡ്, ദ പോലീസ് മസ്റ്റാണ് ഫോർവേഡ് ഫർദർ റിപ്പോർട്ട്സ് റിഗാർഡിംഗ് ദ എവിഡൻസ് ടു ദി മജിസ്ട്രേറ്റ്. പബ്ലിക് ഡൊമൈനിൽ വന്ന് പാറി നടക്കുകയാണ് ഈ ഫോൺ സംഭാഷണം. പോലീസിന് ഇനി അത് അവഗണിക്കാനൊക്കെയില്ല. അത് അവരത് ദേ ഷുഡ് ടേക്ക് നോട്ടീസ് ഓഫ് ദാറ്റ് ആൻഡ് റിപ്പോർട്ട് ടു ദി കോർട്ട്. സച്ച് എ ഫോൺ കോൺവെർസേഷൻ ഈസ് ഓൺ ദി ഡൊമൈൻ അത് എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് പറയേണ്ടി വരും. ദേ മസ്റ്റ് എന്നാണ് പറയുന്നത്. എവിഡൻസ് ദ പോലീസ് മസ്റ്റ്. എവിഡൻസ് അൺകവേർഡ് ആയിക്കഴിഞ്ഞു. പബ്ലിക് ഡൊമൈൻ ഇത് പാറി നടക്കില്ലയോ മാസങ്ങളായിട്ട്. അപ്പം ഇവൻ്റെ ബെയിലിനെ ഇത് ഈ സുപ്രീം കോടതിയിലൊക്കെ ബെയിൽ എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് ബെയിലാണ്. 187 സബ്സെക്ഷൻ 3 BNSS പ്രകാരം ഡിഫോൾട്ട് ബെയിൽ അൺടച്ച്ഡ്. The Delhi High Court has clarified that this section does not dilute the accused's right to default bail under section 183 of 3 BNSS. Both provisions operate independently. ഇത്ര കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ 12 മിനിറ്റ് ആകുന്നത്, 12-13 മിനിറ്റ് നിർത്താനാണ്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഇതിപ്പം ഞാൻ പറഞ്ഞു വെച്ച ഇതാണ് ഇവൻ്റെ കേസുകൾ ഇവൻ ഭീഷണിപ്പെടുത്തുന്നത്. അതായത് തീർച്ചയായിട്ടും 89 വയലേഷനാണ്. അത് ഞാൻ വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം എങ്ങനെയാവുന്നു. പിന്നെ ഇവൻ ഇതിനകത്ത് ചീത്ത പറയുന്നുണ്ട്, കൊല്ലുമെന്നും ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അബോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ജീവപര്യന്തം വരെ പോകാവുന്ന കേസാണത്. അത് ഇതിനകത്ത് വധഭീഷണിയുണ്ട്, ആത്മഹത്യാ ഭീഷണിയുണ്ട്, ഡെത്ത് ത്രെട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്ന്. പിന്നെ ഇവിടെ പച്ചത്തെറി പറയുന്നുണ്ട്, ഇവിടെ സ്ത്രീത്വത്തെ ഒത്തിരി അപമാനിക്കുന്നുണ്ട്. പിന്നെ ഇവൻ പറഞ്ഞു, ഞാൻ ചുരുക്കി പറയുകയാണ്, ഇതെല്ലാം വിശദമായിട്ട് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. പിന്നെ പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെയല്ലോ പ്ലാൻ ചെയ്തത്. ഒരു വിവാഹിതയാണെങ്കിൽ പോലും ഒരു സ്ത്രീയെ എൻറ്റൈസ് ചെയ്യുന്നത് അത് 84 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് BNS 84 പ്രകാരം കുറ്റകരമാണ്. വിവാഹിതയാണെങ്കിൽ പോലും വാഗ്ദാനങ്ങൾ നൽകി എൻറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അവൾ അങ്ങനെ ചെയ്യുന്നത് വിവാഹിതയാണെങ്കിൽ പോലും എന്നാണ് പറയുന്നത്. ഇവർ പറയുന്നൊരു ഭാഷയുണ്ട്, അവൾ വിവാഹിതയാണ്. ഇവൻ്റെ കൂട്ടുകാർ പറയുന്നത് എന്തെല്ലാം ആഭാസമാണ് പറയുന്നത്. എൻറ്റൈസ് ചെയ്തതിന് തെളിവാണ്. നമ്മൾ അങ്ങനെയുള്ള പ്ലാൻ ചെയ്ത് അദ്ദേഹം പ്ലാൻ സംതിങ് അബൌട്ട് ദ ഫ്യൂച്ചർ മാരീഡ് ലൈഫ് എന്നാണ്. അല്ലാതെ എന്താ പ്ലാൻ ചെയ്യുന്നത്? അതിൻ്റെ ഉത്തരം വരുമ്പം ആ കുട്ടി പറയും എന്താ പ്ലാൻ ചെയ്തതെന്ന്. 17 എൻ്റെ മനസ്സ് തകർത്തെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. തൽക്കാലം ഇത് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ബാക്കി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ 2ാം ഭാഗത്തിൽ ഇതൊരു 3 or 4 എപ്പിസോഡ്സ് പോകും. ഒരു എപ്പിസോഡിൽ നിങ്ങളെ ഞാനിത് ഒന്നുകൂടെ കേൾപ്പിക്കാം, നിങ്ങളെ അത് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി മെമ്മറിയിൽ. ഇവൻ ഇനി നമ്മുടെ മുന്നിൽ വന്ന് നമ്മളെല്ലാവരും ഈ സമൂഹത്തെ മൊത്തം ഇങ്ങനെ ആട്ടിത്തുപ്പി കാർക്കിച്ച് പോകാനായിട്ട് സമ്മതിക്കാൻ പാടില്ല. ആടിനെ പട്ടിയാക്കാനായിട്ട് ഇവനും ഇവൻ്റെ കൂട്ടുകാരായ ആഭാസന്മാരോട് ശ്രമിച്ചാൽ ഈ സമൂഹത്തിൽ നടക്കില്ല എന്ന് ഇവനെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ഇതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത് പറഞ്ഞാൽ തൽക്കാലം ഞാൻ നിർത്തുന്നു. ബാക്കി നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഒരു 3, 3 or 4 എപ്പിസോഡ്സ് ഐ വിൽ വൈൻഡ് അപ്പ് ദ തിങ്. ഓക്കെ.